Hi dear students. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ സീസണൽ ചേഞ്ചസ് അല്ലേ? സീസണൽ ചേഞ്ചസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെവല്യൂഷൻ, tilt of the earth axis, parallelism of earth axis, and last one apparent movement of the sun. Okay, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താണ് apparent movement എന്ന് പറയാം അല്ലേ? നമുക്ക് എന്താണ് apparent movement എന്ന് പഠിച്ചതാണ്. എന്താണ് apparent movement എന്ന് ഉദ്ദേശിക്കുന്നത്? Relative movement of sun in between the tropic of Cancer and the tropic of Capricorn is known as apparent movement of the sun അല്ലേ? അതായത് tropic of Cancerന്റെയും tropic of Capricornന്റെ ഇടയിൽ സണ്ണിന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അപ്പാരന്റ് മൂവ്മെന്റ്, ഷിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് അപ്പാരന്റ് മൂവ്മെന്റ് എന്ന് പറയാം. അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്നത് അപ്പാരന്റ് മൂവ്മെന്റിന്റെ ബേസിൽ ഉണ്ടാകുന്ന സീസൺസിനെ കുറിച്ച്. അതായത് സണ്ണിന് ഏതിന്റെ ഇടയിൽ? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ ഇടയിൽ ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ അത് സീസൺസിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ഹെമിസ്ഫിയേഴ്സിലെയും ഡേ ആൻഡ് നൈറ്റിനൊക്കെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഓരോ ഹെമിസ്ഫിയറുകളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചതാണ്. പ്രധാനമായിട്ട് നമുക്കിവിടെ പഠിക്കാനുള്ള 4 സീസൺസ് എന്ന് പറയുന്നത് സമ്മർ, വിന്റർ, സ്പ്രിംഗ് ആൻഡ് ഓട്ടം. സ്പ്രിംഗ് ആൻഡ് ഓട്ടം എന്നിങ്ങനെയുള്ള 4 സീസൺസിന്റെ സൈക്ലിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ചാക്രികമായ പ്രവാഹത്തെ കുറിച്ചാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യുന്നു? അതിങ്ങനെ സൈക്ലിക്കലായിട്ട് അതിന്റെ ആ ഒരു എന്ത് ചെയ്യുന്നു? മൂവ്മെന്റ്, ആ ഒരു പ്രോസസ് എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എന്താണ് അപ്പാരന്റ് മൂവ്മെന്റ് എന്ന് പഠിച്ചാണ് അല്ലെ? അപ്പാരന്റ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ 23.5 ഡിഗ്രി നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും 23.5 ഡിഗ്രി സൗത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെയും ഇടയിലുള്ള സണ്ണിന്റെ റിലേറ്റീവ് മൂവ്മെന്റ് ആണ് ഇവിടെ എന്ത് പറയുന്നത്? അപ്പാരന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഈ അപ്പാരന്റ് മൂവ്മെന്റ് കൊണ്ട് നമ്മുടെ ഓരോ ഹെമിസ്ഫിയേഴ്സിലെയും ഡേ ആൻഡ് നൈറ്റിലൊക്കെ എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത് എന്നാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോ ഈ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ ഇടയിൽ മാത്രമാണ് സണ്ണിന് ഷിഫ്റ്റ് ഉണ്ടാവുക എന്ന് നമുക്കറിയാം. ഇനി നമ്മൾ പഠിക്കുന്നത് സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ വെർട്ടിക്കലി അബവ് ദ ഇക്വേറ്ററിൽ ഏതൊക്കെ ഡേയ്സിലാണ് വരുന്നത്. അപ്പോൾ ഡേ ആൻഡ് നൈറ്റ് ഒക്കെ എങ്ങനെയാണ് വരിക? ഇനി അത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ആ ഡേ ആൻഡ് നൈറ്റിന് എന്ത് ഡിഫറൻസ് ആണ് വരിക? അതുപോലെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും എന്തൊക്കെ ഡിഫറൻസ് ആണ് വരിക എന്ന ഡിസ്കഷൻ. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിവിടെ ആദ്യം പഠിക്കുന്നത് സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ വെർട്ടിക്കലി അബവ് ദ ഇക്വേറ്ററിൽ വരുന്ന ഡേയ്സ് ഏതൊക്കെയാണ് പറയുന്നത് കേട്ടോ. വെർട്ടിക്കലി അബവ് ദ ഇക്വേറ്റർ നമ്മൾ പഠിച്ചത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണ് എന്ത്? ഇക്വേറ്റർ എന്ന് പറയുന്നത്. സണ്ണിന്റെ പൊസിഷൻ വെർട്ടിക്കലി അബവ് ദ ഇക്വേറ്റർ ഏതൊക്കെ ഡേയ്സിലാണ് ഇക്വേറ്ററിൽ വെർട്ടിക്കലായിട്ട് റീച്ച് ചെയ്യുന്നത്? ഇക്വേറ്ററിൽ വെർട്ടിക്കലായിട്ട് സൺലൈറ്റ് പതിക്കുന്നത് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഒരു ഇയറിൽ ത്രൂ ഔട്ട് ഒരു റെവല്യൂഷണറി പീരീഡില് മാർച്ച് 21 അതുപോലെ തന്നെ സെപ്റ്റംബർ 23 സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ വെർട്ടിക്കലി അബവ് ദ ഇക്വേറ്ററിൽ നേരിട്ട് വെർട്ടിക്കൽ ആയിട്ട് റിസീവ് ചെയ്യുന്നത്. ഏതൊക്കെ ഡേറ്റിലാണ്? മാർച്ച് 21 സെപ്റ്റംബർ 23 ഓക്കെ, അതെങ്ങനെയാണ് വരുന്നത് നമ്മൾ വളരെ വിശദീകരിച്ച് തന്നെ പറയും. അപ്പൊ നമ്മൾ നോക്കുക, സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ ഇപ്പൊ എവിടെയാണുള്ളത്? ഇക്വേറ്ററിലാണ് അല്ലെ? നമ്മൾ നോക്കുമ്പോൾ ഈ എർത്തിന്റെ മിഡിൽ പാർട്ടിലാണ് ഇത് വരുന്നത്, ഇക്വേറ്റർ വരുന്നത്. അപ്പോ നമ്മളിത് ഭൂമി അല്ലാതെ ഒരു ബോളൊക്കെ ആയിട്ട് സങ്കല്പിക്കുക. ഒരു ബോളാണെന്ന് കരുതുക. ആ ബോളിന്റെ മധ്യഭാഗത്തേക്ക് അതിന്റെ മിഡിലേക്ക് ഞാൻ ടോർച്ച് തെളിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടിലേക്കും ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുക? ടോർച്ചിന്റെ പ്രകാശം ലഭിക്കുക അല്ലെ? അതുപോലെ ഞാൻ ആ ടോർച്ച് ഒന്ന് താഴേക്കാണ് തെളിച്ചെങ്കിൽ ഈ ഭാഗത്തേക്കൊന്നും വല്ലാതെ പ്രകാശം ലഭിക്കില്ല, കൂടുതലായിട്ട് ഈ ഭാഗത്താണ് ലഭിക്കുക അല്ലെ? അതുപോലെ മുകളിലേക്കാണ് തെളിക്കുന്നതെങ്കിൽ ഈ ഭാഗത്തേക്കൊന്നും വല്ലാതെ എന്തെങ്കിലും പ്രകാശം ലഭിക്കില്ല എന്നതാണ്. ആ ഒരു ഡിഫറൻസ് ആ രീതിയിൽ ആലോചിച്ചാൽ മതി. എവിടെ ഇപ്പൊ സണ്ണിന്റെ പൊസിഷൻ എവിടെയാണ്? വെർട്ടിക്കലി അബവ് ദി ഇക്വേറ്റർ ആണ് അല്ലെ? ഏതാണ്ട് മിഡിൽ പാർട്ടിലാണ്. അതുകൊണ്ട് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കും ഇന്ത്യയൊക്കെ സിറ്റുവേറ്റ് ചെയ്യുന്ന നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കും ഓസ്ട്രേലിയയൊക്കെ സിറ്റുവേറ്റ് ചെയ്യുന്ന നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞതോളം ഈ സദേൺ ഹെമിസ്ഫിയറിലേക്കും എങ്ങനെയാണ് സൺലൈറ്റ് വിൽ ബി റിസീവ്ഡ് ഈക്വലി? എങ്ങനെയാണ് സൺലൈറ്റ് റിസീവ് ചെയ്യുന്നത്? ഈക്വൽ ആയിട്ടാണ്. അപ്പൊ ഈക്വൽ ആയിട്ട് സൺലൈറ്റ് റിസീവ് ചെയ്യുന്നത് കൊണ്ട് ഈ 2 ഹെമിസ്ഫിയേഴ്സിലെയും ഏതൊക്കെയാണ് ഹെമിസ്ഫിയർ? നോർത്തേൺ ആസ് വെൽ ആസ് സദേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കും സദേൺ ഹെമിസ്ഫിയറിലേക്കും ഈക്വൽ ആയിട്ട് സൺലൈറ്റ് റിസീവ് ചെയ്യുന്നത് ഡേ ആൻഡ് നൈറ്റ് വിൽ ബി ഈക്വൽ ഇൻ ബോത്ത് ഹെമിസ്ഫിയേഴ്സ്. ഈ 2 ഹെമിസ്ഫിയേഴ്സിലെയും ഡേയും നൈറ്റും എങ്ങനെയായിരിക്കും?
ഈക്വൽ ആയിരിക്കും എന്നതാണ്. ഡേ ആൻഡ് നൈറ്റ് വിൽ ബി ഈക്വൽ ഇൻ ബോത്ത് ഹെമിസ്ഫിയേഴ്സ്. ഡേ ആൻഡ് നൈറ്റ് എന്ത് ചെയ്യുന്നു? രണ്ട് ഹെമിസ്ഫിയേഴ്സിലും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ഏത് ഡേയ്സില്? മാർച്ച് 21നും സെപ്റ്റംബർ 23നും. എന്തുകൊണ്ടാണ് അങ്ങനെ ഡേ ആൻഡ് നൈറ്റ് ഈക്വൽ ആയിട്ട് വരുന്നത്? രണ്ട് ഹെമിസ്ഫിയേഴ്സിലെയും ഡേ ആൻഡ് നൈറ്റ് ഈക്വൽ ആയിട്ട് വരാനുള്ള റീസൺ സണ്ണിന്റെ പൊസിഷൻ വെർട്ടിക്കലി അബോവ് ദ ഇക്വേറ്റർ, ഇക്വേറ്ററിലായതുകൊണ്ടാണ്. ദിസ് ഡേയ്സ്, ഈ ഡേയ്സിനെയാണ് നമ്മുടെ ഡേ ആൻഡ് നൈറ്റ് ഈക്വൽ ആണ് എന്നുള്ള ടേമിൽ നിന്ന് സമാനമായിട്ട് ദിസ് ഡേയ്സ് ആർ നോൺ ആസ് ഇക്വിനോക്സസ്. ഈ ഡേയ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്വിനോക്സസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഇക്വിനോക്സസ്? മാർച്ച് 21st ആൻഡ് സെപ്റ്റംബർ 23rd. These days are known as equinoxes. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് പഠിച്ചു. എക്സാമിൽ ചോദിക്കും what are the peculiarity of equinoxes? ഇക്വിനോക്സസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മനസ്സിലാക്കുന്ന 4 പോയിന്റ് ആണ്. സണ്ണിന്റെ പൊസിഷൻ എവിടെയാണെന്ന് നമുക്ക് ആദ്യം അറിയണം. അപ്പൊ ഇക്വിനോക്സസ് ആ പേര് തന്നെ സമാനമായതാണ് ഇക്വേറ്റർ. ഒക്കെ ഇക്യു വെച്ചിട്ട് തുടങ്ങുന്നത് അല്ലെ. സണ്ണിന്റെ പൊസിഷൻ എവിടെയാണ്? വെർട്ടിക്കലി അബോവ് ദ ഇക്വേറ്റർ, ഇക്വേറ്ററിലാണ്. ഇനി എങ്ങനെയാണ് ഇക്വേറ്ററിലായി വരുന്ന ഡേയ്സ് ഏതൊക്കെ നോക്കേണ്ടത്? മാർച്ച് 21st സെപ്റ്റംബർ 23rd സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ വെർട്ടിക്കലി അബോവ് അല്ലെങ്കിൽ ഓവർ ദി ഹെഡ് ഓഫ് ദി ഇക്വേറ്ററിൽ വരുന്നത് മാർച്ച് 21st സെപ്റ്റംബർ 23rd. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? രണ്ട് ഹെമിസ്ഫിയേഴ്സിലേക്കും ഈക്വൽ എമൗണ്ട് ഓഫ് സൺലൈറ്റ് റിസീവ് ചെയ്യുന്നു. സോ ദ ഡേ ആൻഡ് നൈറ്റ് വിൽ ബി ഈക്വൽ ഇൻ ബോത്ത് ഹെമിസ്ഫിയേഴ്സ്. ദാറ്റ് ഡേയ്സ് ആർ കോൾഡ് ഇക്വിനോക്സസ്. അപ്പോൾ നമ്മൾ ഇക്വിനോക്സസ് എഴുതിയിട്ട് എങ്ങനെയാണ് എക്സാമിൽ എഴുതേണ്ടത്? ഓൺ മാർച്ച് 21st and September 23rd the apparent position of the sun is vertically above the equator. Hence the equal amount of sunlight will be received in northern as well as the southern hemisphere. So the day and night will be equal in both hemispheres. These days are called equinoxes. ആ ഡേയ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിനോക്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഇക്വിനോക്സസ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ അപ്പൊ പെട്ടെന്ന് വരുന്നത് മാർച്ച് 21st ആൻഡ് സെപ്റ്റംബർ 23rd എന്ന് നമുക്ക് മനസ്സിലായിരിക്കണം. അതുപോലെ തന്നെ ഡേ ആൻഡ് നൈറ്റ് ഈക്വൽ ആണ് എന്ന് നമ്മുടെ മൈൻഡിൽ വരണം. ഇനി നമ്മുടെ സണ്ണിന്റെ അപ്പാരന്റ് ഷിഫ്റ്റ് ആണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ നേരത്തെ സണ്ണിന്റെ പൊസിഷൻ എവിടെയായിരുന്നു? ഇക്വേറ്ററിലായിരുന്നു. മാർച്ച് 21st സൺ എവിടെയാണ്? വെർട്ടിക്കലി അബോവ് ദ ഇക്വേറ്റർ ആണ്. നമ്മളിനി ആദ്യം നോക്കുന്നത് സണ്ണിന്റെ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കുള്ള ഷിഫ്റ്റ് ആണ് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സദേൺ ഹെമിസ്ഫിയറിലേക്കുള്ള ഷിഫ്റ്റ് നോക്കുക. നേരത്തെ സണ്ണിന്റെ പൊസിഷൻ വെർട്ടിക്കലി അബോവ് ദ ഇക്വേറ്റർ ആയിരുന്നു. ഇനി അവിടെ നിന്ന് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഈ മാർച്ച് 21st ശേഷം കറക്റ്റ് 3 months 3 മാസം കഴിയുമ്പോൾ സണ്ണിന്റെ പൊസിഷൻ എവിടെ എത്തും? വെർട്ടിക്കലി അബോവ് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. കറക്റ്റ് ആയിട്ട് എക്സാക്ട് ആയിട്ട് എന്ത് ചെയ്യുന്നു? സണ്ണിന്റെ പൊസിഷൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ വെർട്ടിക്കൽ ആയിട്ട് റിസീവ് ചെയ്യുന്ന ഡേ ആണ്. 3 മാസം കഴിയുമ്പോൾ മാർച്ച് കഴിഞ്ഞ ഏപ്രിൽ, മെയ്, ജൂൺ. ജൂൺ 21st സണ്ണിന്റെ പൊസിഷൻ വെർട്ടിക്കലി അബോവ് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. സണ്ണിന്റെ പൊസിഷൻ എടുക്കുന്നു ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെ മുകളിലെത്തുന്നു. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ ഓവർ ദി ഹെഡ് ആയിട്ട് സണ്ണ് വരുന്ന ഡേറ്റ് ആണ് ഇത് ജൂൺ 21st. ഓക്കെ, അപ്പൊ ജൂൺ 21st സണ്ണിന്റെ പൊസിഷൻ എവിടെയാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ്. ഞാൻ നേരത്തെ ടോർച്ച് കളിച്ച കാര്യം പറഞ്ഞ ആലോചിക്കുക. ഇപ്പൊ നമ്മൾ മുകളിലാണ് എന്ത് ചെയ്യുന്നത്? ടോർച്ച് കളിക്കുന്നത്, അല്ലെങ്കിൽ മുകളിലാണ് സണ്ണ് എന്ത് ചെയ്യുന്നത്? സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ താഴേക്കൊന്നും എന്ത് ചെയ്യില്ല, നന്നായിട്ട് സൂര്യപ്രകാശം ലഭിക്കില്ല, അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. അതുകൊണ്ട് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ സിറ്റുവേറ്റ് ചെയ്യുന്ന ഹെമിസ്ഫിയർ ഏതാണ്? നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. അപ്പൊ സണ്ണ് ഇപ്പൊ ഉള്ളത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് സണ്ണുള്ള ഭാഗത്ത് ഡേ ആണ് ലെങ്തൻ ചെയ്യാൻ, അവർക്ക് നന്നായിട്ട് സൺലൈറ്റ് റിസീവ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? നോർത്തേൺ ഹെമിസ്ഫിയറില് ഡേ ലെങ്തൻ ചെയ്യുകയും നൈറ്റ് എന്ത് ചെയ്യുന്നു? ഷോർട്ടൻ ചെയ്യുകയും ചെയ്യും. എവിടെ? ഇന്ത്യയിലൊക്കെ. ഇന്ത്യക്ക് വരുന്ന നോർത്തേൺ ഹെമിസ്ഫിയറില് ജൂൺ 21st ഒക്കെ ആവുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡേ ലെങ്തൻ ചെയ്യുന്നു, നൈറ്റ് ഷോർട്ടൻ ചെയ്യുന്നു. എന്ന് പറയുമ്പോ നമുക്ക് അനുഭവം ഉണ്ടാവും. ചില സമയങ്ങളിലൊക്കെ നേരത്തെ ഇരുട്ടാവും, ചില സമയങ്ങളിൽ വൈകിയുള്ള ഇരുട്ടാവും അല്ലെ. ചില സമയത്ത് നമ്മൾ 6 മണിക്ക് തന്നെ വീട്ടിൽ കയറേണ്ട ഒരു അവസ്ഥ വരും, ആകെ ഇരുട്ട് വന്നോണ്ട്. ചില സമയത്ത് നമുക്ക് 7 മണി വരെയൊക്കെ കളിക്കാനുള്ള ഒരു അവസരം ലഭിക്കാറുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയാണ് എന്ത്? ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡേ ലെങ്തൻ ചെയ്യുകയും ഡേയുടെ ലെങ്ത് കൂടുകയും നൈറ്റിന്റെ ലെങ്ത് എന്ത് ചെയ്യുന്നു? കുറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഡേനെ നമ്മൾ വിളിക്കുന്ന പ്രത്യേകമായിട്ടൊരു പേരുണ്ട്. ജൂൺ 21st സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ എന്ത് ചെയ്യുന്നു? ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ വരുന്ന ഡേനെയാണ് നമ്മള് സമ്മർ സോൾസ്റ്റൈസ് അല്ലെങ്കിൽ സമ്മർ സോൾസ്റ്റീസ് എന്ന് വിളിക്കുന്നത്. സമ്മർ സോൾസ്റ്റീസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. നമ്മളിവിടെ പ്രധാനമായിട്ട് പഠിക്കുന്ന ഡേയ്സ് നമുക്ക് പഠിക്കാനുള്ളതൊക്കെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. കാരണം
ഇന്ത്യ ലൊക്കേറ്റ് ചെയ്യുന്ന ഏതാണ്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ്, ഈ ഭാഗത്തൊക്കെയാണ് ഇന്ത്യ വരിക. അപ്പൊ ഇന്ത്യ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിലെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിലെ സമ്മർ സോൾസ്റ്റിസ് ഏതാ ഡേറ്റ് വരുന്നത്? ജൂൺ 21 സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ്. സണ്ണ് സിറ്റുവേറ്റ് ചെയ്യുന്ന സണ്ണിന്റെ പൊസിഷൻ ഉള്ളത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആയതുകൊണ്ട് തന്നെ സണ്ണിന്റെ പൊസിഷൻ ഉള്ള ഭാഗത്ത് ഡേ ലെങ്തൻ ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് ചെയ്യുന്നു? ഡേ ലെങ്തൻ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇനി എന്താണ് സമ്മർ സോൾസ്റ്റിസ്, വാട്ട് ആർ ദി പെക്യുലാരിറ്റി ഓഫ് സമ്മർ സോൾസ്റ്റിസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഓൺ ജൂൺ 21 അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത പോലെയാണെങ്കിൽ ഫ്രം മാർച്ച് 21 ദി സൺ ഷിഫ്റ്റ് നോർത്ത്വേർഡ്. സൺ എന്ത് ചെയ്യുന്നു? നോർത്ത്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാകുന്നു. സണ്ണ് ഷിഫ്റ്റ് ടു ദ നോർത്തേൺ ഹെമിസ്ഫിയർ and reach vertically above the Tropic of Cancer on June 21st. This day is known as summer solstice in the northern hemisphere. Summer solstice in the northern hemisphere. This day experiences longest day and shortest night in the northern hemisphere. Longest day and shortest night in the northern hemisphere. ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ്സ്റ്റ് ഡേയും ഷോർട്ടസ്റ്റ് നൈറ്റും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ജൂൺ 21 സദേൺ ഹെമിസ്ഫിയറിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമുക്ക് ഒരുപാട് വൈകി 7 മണിയൊക്കെ ആവുന്ന സമയത്ത്, ഇരുട്ടാവുന്ന സമയത്ത് ഓസ്ട്രേലിയക്കാർക്ക് നേരെ തിരിച്ച് 6 മണിയാകുമ്പോഴേക്കും തിരിച്ചാവുന്ന ഒരു അവസ്ഥയാണ് വരിക. നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ നേരെ വൈസ് വേഴ്സ, നേരെ ഓപ്പോസിറ്റ് ആണ് എപ്പോഴും എവിടെ വരിക? സദേൺ ഹെമിസ്ഫിയറിൽ സീസൺസും അതുപോലെ ഡേ ആൻഡ് നൈറ്റും ഒക്കെ വരുന്നത്. നമുക്കുള്ള നേരെ വിപരീതമാണ് ഓസ്ട്രേലിയക്കാർക്ക് വരിക എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതിയാവും. അപ്പൊ നമ്മള് സമ്മർ സോൾസ്റ്റിസ് എന്നുള്ള ഭാഗത്ത് പഠിക്കേണ്ടത് ഫ്രം മാർച്ച് 21 the sun shift northward. The sun shift to the northern hemisphere അല്ലെങ്കിൽ northward എന്ന് എഴുതാം. On June 21 the sun is received vertically above the sun is reaches vertically above the Tropic of Cancer on June 21st. This day is known as summer solstice. In this day experiences longest day and shortest night in northern hemisphere. അപ്പൊ ഇനി ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഷിഫ്റ്റ് പഠിച്ചു അല്ലെ? ഇപ്പൊ നമ്മള് ഒരു ഷിഫ്റ്റ് പഠിച്ചു, അതായത് ഇക്വേറ്ററിൽ ഉണ്ടായിരുന്ന സണ്ണിന് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ഉണ്ടായി? ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് ഷിഫ്റ്റ് ഉണ്ടായി അല്ലെ? ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ്? മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ. That means equator to the Tropic of Cancer. ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് റീച്ച് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ സിറ്റുവേറ്റ് ചെയ്യുന്ന നോർത്തേൺ ഹെമിസ്ഫിയറില് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ സീസൺ ആണ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കാലയളവില് മാർച്ച് ടു ജൂൺ, മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ സീസൺ ആണ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. നമുക്ക് 2 ട്രാൻസിഷൻ സീസൺസിനെ കുറിച്ചാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഒന്ന് സ്പ്രിംഗും മറ്റൊന്ന് ഓട്ടവുമാണ്. സ്പ്രിംഗ് സീസൺ എന്ന് പറയുമ്പോൾ ഒരു വിന്റർ സീസൺ കഴിഞ്ഞ് അടുത്തൊരു സമ്മർ സീസണിലേക്ക് പ്രവേശിക്കുന്നതിന്റെ, ഒരു സമ്മർ സീസണിലേക്ക് എൻ്റർ ചെയ്യുന്നതിന്റെ ഇടയിൽ വരുന്ന ആ ഒരു ചേഞ്ചിലേക്ക് ഇങ്ങനെ ട്രാൻസിറ്റ് ചെയ്യാന്ന് പറഞ്ഞ പരിവർത്തനം അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവുന്ന ആ ഒരു സീസൺ ആണ് ഇത് സ്പ്രിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ സ്പ്രിംഗ് സീസണെ കുറിച്ച് നമുക്ക് ഒരു പോയിന്റ് കിട്ടി. നോർത്തേൺ ഹെമിസ്ഫിയറിൽ, ഇന്ത്യ ഇൻക്ലൂഡ് ചെയ്യുന്ന നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന മന്ത് അല്ലെ, ഡേറ്റ് നമുക്ക് കിട്ടിയതാണ് മാർച്ച് 21 ടു ജൂൺ 21. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, 2 ട്രാൻസിഷൻ സീസൺസ് ആയതുകൊണ്ട് തന്നെ ഏത് സീസണിൽ നിന്ന് ഏത് സീസണിലേക്കുള്ള ചേഞ്ച് ആണ് ശരിക്കും. അപ്പൊ സ്പ്രിംഗ് സീസണില് നെക്സ്റ്റ് പോയിന്റ്, സ്പ്രിംഗ് ഈസ് ദ ട്രാൻസിഷൻ ടുവേർഡ്സ് വിന്റർ ടു സമ്മർ. സ്പ്രിംഗ് ഈസ് ദ ട്രാൻസിഷൻ ടുവേർഡ്സ് വിന്റർ ടു സമ്മർ. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഓട്ടം സീസണോടെ പഠിക്കാണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ എന്ത് ചെയ്യാ? സ്പ്രിംഗ് എന്നുള്ളതിന് നമ്മൾ എസ് കൂടെ വിട്ടിട്ട് SWS എന്ന് പഠിച്ചാൽ മതി. സ്പ്രിംഗ് ഈസ് ദ ട്രാൻസിഷൻ ടുവേർഡ്സ് വിന്റർ ടു സമ്മർ. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് വായിക്കുകയാണെങ്കിൽ നമുക്ക് സ്പ്രിംഗ് ഈസ് ദ ട്രാൻസിഷൻ ടുവേർഡ്സ് വിന്റർ ടു സമ്മർ. ഓക്കെ, ആ രീതിയിൽ നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. സ്പ്രിംഗ് ഈസ് ദ ട്രാൻസിഷൻ ടുവേർഡ്സ് വിന്റർ ടു സമ്മർ എന്ന് പറഞ്ഞാൽ ഒരു വിന്റർ സീസൺ കഴിഞ്ഞ അടുത്ത് സമ്മർ സീസണിലേക്ക് എൻ്റർ ചെയ്യുന്നതിന്റെ ഇടയിൽ വരുന്ന ഒരു സീസണാണ് സ്പ്രിംഗ് സീസൺ. നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയില്ലേ, മാർച്ചിന്റെ മുൻപ് ഏതൊക്കെ മാസങ്ങള്? ഫെബ്രുവരി, ജനുവരി, ഡിസംബർ ഒക്കെയാണ്. അത് നമുക്ക് വിന്റർ സീസൺ എന്ന് നമുക്കറിയാം. ഇനി അടുത്ത് what are the symptoms, what are the peculiarities, what are the features, what are the features of spring season എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ജനറലി അവിടെ പ്രധാനമായിട്ട് ഈ ഒരു സീസണിലാണ് പ്ലാന്റ്സ് ഒക്കെ സ്പ്രൗട്ട് ചെയ്യുന്നത്.
the plant sprouting ആണ് എന്ത് ചെയ്യുന്നത്, ഇലകളൊക്കെ തളിർക്കുന്നു. Mango trees blooming and the jackfruit tree bearing buds are the peculiarities of spring season. Spring season പ്രത്യേകത എന്താ, plants sprouting, മരങ്ങളിൽ ഇലകളൊക്കെ എന്ത് ചെയ്യുന്നത്, തളിർക്കുന്നുണ്ട്. Mango tree blooming അല്ലേ, എന്ത് ചെയ്യുന്നു, മാവൊക്കെ പൂക്കുന്നുണ്ട്. Jackfruit tree bearing buds ഒക്കെ എഴുതിക്കോളൂ. പ്ലാവിൽ ചക്ക ഉണ്ടാവുന്നതൊക്കെ പ്രധാനമായിട്ട് സ്പ്രിംഗ് സീസണിന്റെ പെക്യുലാരിറ്റി ആണ് അല്ലെ. നമുക്ക് ആ വെക്കേഷൻ വരുന്ന സമയത്ത് തന്നെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ചക്കയും മാങ്ങയും കിട്ടുക. ആ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള സ്പ്രിംഗ് സീസണെ കുറിച്ച് പഠിക്കാനുള്ള 3 പോയിന്റ് ആണ്. സ്പ്രിംഗ് ഈസ് ദ ട്രാൻസിഷൻ ടുവേർഡ്സ് വിന്റർ ടു സമ്മർ. What are the peculiarities of spring season? What are the symptoms? ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? Plant sprouting, mango trees blooming, and jackfruit tree bearing buds are the peculiarities of spring season. Generally, in northern hemisphere, the spring season experience March 21st to June 21st in the northern hemisphere. Northern hemisphere generally spring season experience in March 21st മുതൽ June 21st വരെയാണ് എന്നുള്ള ആ 3 ഫാക്ടേഴ്സ് 3 പോയിന്റ്സ് ആണ് നമ്മൾ എവിടെ പഠിക്കാനുള്ളത്, സ്പ്രിംഗ് സീസണുമായി ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. സ്പ്രിംഗ് സീസൺ എഴുതി വെക്കണ്ട, അതെങ്ങനെയാണ് എഴുതേണ്ട പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ നമുക്ക് കിട്ടി ജൂൺ 21st സണ്ണിന്റെ പൊസിഷൻ എവിടെയാണ്? ജൂൺ 21st സൺ ഈസ് വെർട്ടിക്കൽ അബൌവ് ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് അല്ലേ. ഇനി ഈ ഒരു പോളാർ റീജിയനിലേക്ക് സണ്ണിന് ഷിഫ്റ്റ് ഉണ്ടാവുന്നില്ല, അപ്പാരന്റ് മൂവ്മെന്റ് നടക്കുന്നില്ല നമ്മൾ പഠിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, റിട്ടേൺ ചെയ്യുന്നു അല്ലെ. സണ്ണിന്റെ പൊസിഷൻ ജൂൺ കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, വെർട്ടിക്കൽ അബൌവ് ദി ഇക്വേറ്റർ. എപ്പോഴാണ് ഇക്വേറ്ററിൽ വരിക? ഇക്വിനോക്സസ് നമ്മൾ ഡേറ്റ് പഠിച്ചിട്ടുണ്ട്. ജൂൺ കഴിഞ്ഞ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അല്ലെ. സെപ്റ്റംബർ 23 എന്താണ്, ഇക്വിനോക്സസ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡേ ആൻഡ് നൈറ്റ് ഈക്വൽ ആവുന്ന. അപ്പൊ ഡേ ആൻഡ് നൈറ്റിൽ നല്ല ഡിഫറൻസ് ജൂൺ മാസത്തിലേക്ക് അനുഭവപ്പെട്ട് സെപ്റ്റംബർ ആകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, 2 ഹെമിസ്ഫിയേഴ്സിലും വീണ്ടും ഡേ ആൻഡ് നൈറ്റ് ഈക്വൽ ആയി. അപ്പോൾ സെപ്റ്റംബർ 23 എന്താണ്, ഇക്വിനോക്സസ് ആണ് അല്ലെ. അപ്പൊ ഇനി നോക്കുക, ഇപ്പൊ നേരത്തെ ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് ഷിഫ്റ്റ് ഉണ്ടായി. ഇനി ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് വീണ്ടും എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ഉണ്ടാവുന്നോ, ഇക്വേറ്ററിലേക്ക് റിട്ടേൺ ചെയ്യുന്ന ഈ സമയത്ത് നമ്മൾ ഇന്ത്യ ഉൾപ്പെടുന്ന, ഇന്ത്യ ഇൻക്ലൂഡ് ചെയ്യുന്ന നോർത്തേൺ ഹെമിസ്ഫിയറില് സമ്മർ സീസൺ ആയിരിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറില് സമ്മർ സീസൺ ആയിരിക്കും. കാരണം സണ്ണിന്റെ പൊസിഷൻ എവിടെയാണുള്ളത്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണുള്ളത്. അതുകൊണ്ട് സമ്മർ സീസൺ ആയിരിക്കും എവിടെ ഉണ്ടാവുക, നോർത്തേൺ ഹെമിസ്ഫിയറിൽ അനുഭവപ്പെടുക എന്നുള്ളതാണ്. അപ്പോ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസൺ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ജൂൺ 21st മുതൽ സെപ്റ്റംബർ 23rd വരെയാണ്. ഓക്കെ, അപ്പൊ നമുക്കത് കിട്ടി. നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കുള്ള ഷിഫ്റ്റ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലെ. ഇനി ഇപ്പൊ സെപ്റ്റംബർ 23rd സണ്ണിന്റെ പൊസിഷൻ എവിടെയാണ്? സെപ്റ്റംബർ 23rd സണ്ണിന്റെ പൊസിഷൻ ഉള്ളത് വെർട്ടിക്കൽ അബൌവ് ദി ഇക്വേറ്ററിലാണ് അല്ലെ. ഇനി സണ്ണിന് എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ഉണ്ടാവാനുള്ളത്? സദേൺ ഹെമിസ്ഫിയറിലേക്കാണ് ഇനി സണ്ണ് ഷിഫ്റ്റ് ചെയ്യാനുള്ളത്. സദേൺ ഹെമിസ്ഫിയറിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യാനുള്ളത്. അപ്പൊ സെപ്റ്റംബർ 23rd കഴിഞ്ഞ് കറക്റ്റ് 3 മാസം കഴിയുമ്പോൾ പറയുമ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ, നവംബർ, പിന്നെ ഡിസംബർ. അപ്പൊ ഡിസംബറിൽ നമുക്ക് പഠിക്കാനുള്ള ഡേറ്റ് ഡിസംബർ 22nd the sun is reaches vertically above അല്ലെങ്കിൽ over the head of the tropic of Capricorn. ഡിസംബർ 22nd സണ്ണിന്റെ പൊസിഷൻ എടുക്കുന്നു, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ റീച്ച് ചെയ്യുന്നു. This day is known as winter solstice. സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ റീച്ച് ചെയ്യുന്ന ഡേനെയാണ് നമ്മള് വിന്റർ സോൾസ്റ്റീസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് വിളിക്കുക? വിന്റർ സോൾസ്റ്റീസ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ വിന്റർ സോൾസ്റ്റീസിനെ കുറിച്ച് ഇപ്പൊ എന്താ പഠിച്ചേ? അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാവണം. ഇപ്പൊ സണ്ണിന്റെ പൊസിഷൻ എവിടെയാണ്? സദേൺ ഹെമിസ്ഫിയറിലാണ് അല്ലെ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത് ഏത് ഹെമിസ്ഫിയർ? സദേൺ ഹെമിസ്ഫിയർ ആണ്. സൺ എവിടെയുള്ളത്? സദേൺ ഹെമിസ്ഫിയറിലുള്ളത്. അപ്പൊ സദേൺ ഹെമിസ്ഫിയറിലാണ് എന്തിന്റെ ലെങ്ത് കൂടുക? ഡേയുടെ ലെങ്ത് കൂടുക അല്ലെ. അവിടെയാണ് നന്നായിട്ട് പ്രകാശം ലഭിക്കുക, അവിടെയാണ് എന്ത് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് പകലിന്റെ ലെങ്ത്, ഡേയുടെ ലെങ്ത് കൂടുതൽ സദേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പൊ നേരെ ഇന്ത്യ ഉൾപ്പെടുന്ന നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തിന്റെ ലെങ്ത് കൂടുക? നൈറ്റ് ലെങ്തൻ ചെയ്യുകയും ഡേ ഷോർട്ടൻ ചെയ്യുകയും ചെയ്യുന്നു. നേരത്തെ നമ്മൾ സമ്മർ സോൾസ്റ്റിസിൽ പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് വരും അല്ലെ. In the northern hemisphere, the night will be lengthened and the day will be shortened in the winter solstice in the northern hemisphere. Okay, അപ്പോൾ ഒരു കൺഫ്യൂഷൻ ആവുന്നു വേണ്ട. നമ്മളിവിടെ നോക്കേണ്ടത് വിന്റർ സോൾസ്റ്റിസ് എന്ന് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കേണ്ട പോയിന്റ് ഇതാണ്. From September 23rd, the sun shift in the southern hemisphere and the sun reaches vertically above the Tropic of Capricorn on December 22nd. This day is known as winter solstice.
in this day experiences longest night and shortest day in the northern hemisphere. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വീണ്ടും കൊടുത്തുള്ളത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. നമ്മൾ ഡേ ലെങ്തൻ ചെയ്യുകയും നൈറ്റ് ഷോർട്ടൻ ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞത് എവിടെയാണ്? സൂര്യൻ ഉള്ളിടത്താണ്, സദേൺ ഹെമിസ്ഫിയറിലാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വീണ്ടും കൊടുത്തുള്ളത് നോർത്തേൺ ഹെമിസ്ഫിയറിലെ അവസ്ഥയാണ്. അപ്പൊ അവിടെ കൺഫ്യൂഷൻ വരാൻ സാധ്യത ശ്രദ്ധിക്കാം. സദേൺ ഹെമിസ്ഫിയറിലാണ് എന്ത് ചെയ്യുക? ഡേ ലെങ്തൻ ചെയ്യുകയും നൈറ്റ് ഷോർട്ടൻ ചെയ്യുകയും ചെയ്യുക. നോർത്തേൺ ഹെമിസ്ഫിയറിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി. ഇപ്പോൾ ഡിസംബർ 22 സണ്ണിന്റെ പൊസിഷൻ എവിടെയാണ്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലായിരുന്നു. ഇനി എന്ത് ചെയ്യും? ഇനി പോളാർ റീജിയനിലേക്ക് ഷിഫ്റ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ വീണ്ടും റിട്ടേൺ ചെയ്ത് എങ്ങോട്ട് തന്നെ വരും? ഇക്വേറ്ററിലേക്ക് വരും. അപ്പൊ ഇനി ഡിസംബർ കഴിഞ്ഞ് 3 മാസം നോക്കുക. ജനുവരി, ഫെബ്രുവരി, മാർച്ച്. മാർച്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് മാർച്ച് 21. ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറാൻ പറ്റില്ല കേട്ടോ. മാർച്ച് 21 എഴുതണം, ഡിസംബർ 22 എഴുതണം, സെപ്റ്റംബർ 23 എഴുതണം കേട്ടോ. അപ്പൊ നോക്കുക, മാർച്ച് 21 വീണ്ടും എന്ത് ചെയ്തോ? ഈ ഒരു റീജിയനിലെത്തി. അതിനിടയിൽ നമ്മൾ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി, അത് പറയാം കേട്ടോ, ശ്രദ്ധിക്കാം. സെപ്റ്റംബർ 23 സണ്ണിന്റെ പൊസിഷൻ നമ്മൾ എവിടെയെന്ന് പറഞ്ഞോ? സെപ്റ്റംബർ 23 ഇക്വേറ്ററിലായിരുന്നു. ഡിസംബർ 22 എന്ത് ചെയ്തോ? ഇവിടെ ഇങ്ങോട്ട് എത്തി അല്ലെ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലെത്തി. ഈ ഒരു ഡ്യൂറേഷൻ, അതായത് ദ ഷിഫ്റ്റ് ഓഫ് സൺ ഫ്രം ദ ഇക്വേറ്റർ ടു ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ, വീണ്ടും പറയുന്നത് നമുക്ക് ഇന്ത്യ ഉൾപ്പെടുന്ന നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ട്രാൻസിഷൻ സീസൺ ആണ് ഓട്ടം. ഓട്ടം എഴുതുന്ന സ്പെല്ലിംഗ് ഒക്കെ നോക്കിക്കോട്ടെ, ഓട്ടം. ഓക്കെ, ഓട്ടം സീസൺ ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എപ്പോ? സെപ്റ്റംബർ 23 ടു ഡിസംബർ 22. അപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ സ്പ്രിംഗ് സീസൺ പഠിച്ചില്ല, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. സ്പ്രിംഗ് എങ്ങനെയായിരുന്നു? വിന്ററിന് സമ്മർക്കാണ്. അപ്പൊ ഓട്ടമോ? സമ്മറിന് വിന്റർക്ക്. സ്പ്രിംഗ് ഈസ് ദ ട്രാൻസിഷൻ ടുവേർഡ്സ് ദ severity of summer towards winter. അപ്പൊ എന്ത് ചെയ്യാം? ഓട്ടത്തിന്റെ ഒരു A കൊടുത്ത് ASW എന്ന് പഠിച്ച ഓട്ടത്തിന്റെ, അപ്പൊ മാറൂല, ASW. ഓക്കെ, ASW. ഓട്ടം ഈസ് ദ ട്രാൻസിഷൻ ടുവേർഡ്സ് സമ്മർ ടു വിന്റർ. സിവിയറിറ്റി എന്നൊക്കെ പറയുന്നത് കാഠിന്യതാണ്. സമ്മർ സീസണിൽ നമുക്ക് നല്ല ചൂടുണ്ടാവില്ലേ? ആ ചൂട് കാരണം എന്ത് ചെയ്യുന്നു? വിന്റർ സീസണിലേക്ക് പോകുമ്പോൾ അതിനൊരു മിതത്വം ഉണ്ടാവും, ഒരു മഴ ഉണ്ടാവും. അതാണ് ഓട്ടം ഈസ് ദ ട്രാൻസിഷൻ ടുവേർഡ്സ് ദ severity of summer to winter. The peculiarities of autumn season. Autumn season the peculiarity, spring season ഒക്കെ bloom ചെയ്യാനെങ്കിൽ ഇവിടെ ഒക്കെ shed ചെയ്യുക. Generally the trees shed their leaves is the peculiarity of autumn season. മരങ്ങളൊക്കെ അതിന്റെ ഇല കൊഴിഞ്ഞു പോകുന്ന എപ്പോഴാണ്? ഈ ഒരു autumn season. കാരണം ഒരു summer season കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, അതുകൊണ്ടാണ്. നെക്സ്റ്റ് അവിടെ വരുന്നത് another peculiarity of this season, the atmospheric temperature decreases considerably. Day by day എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇങ്ങനെ ഡിക്രീസ് ചെയ്തു വരുന്നു. Thereby the shortening of day and lengthening of night. ഈ ഒരു ഓട്ടം സീസണിലേക്ക് വരുമ്പോ, ഓട്ടം സീസണിൽ പ്രവേശിച്ചു കഴിഞ്ഞാല് ഓരോ ദിവസം എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ ഡേയുടെ ലെങ്ത് കുറഞ്ഞ് നൈറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങും? ലെങ്ത് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഓട്ടം എന്ന് പറഞ്ഞ സമ്മർ സീസണിൽ നിന്ന് വിന്റർ സീസണിലേക്കുള്ള ചേഞ്ച് ആണ് അല്ലെ. ഒരു സമ്മർ കഴിഞ്ഞ് ഈ വിന്ററിലേക്ക് ഇങ്ങനെ പോകുമ്പോ, സമ്മർ കഴിയാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഓരോ ദിവസം എന്ത് ചെയ്യും? ചൂട് ഇങ്ങനെ കുറയും. ഓക്കെ, അതുപോലെ തന്നെ എന്താ ചെയ്യാ? ഈ സമ്മർ സീസണിൽ നല്ല ഡേ ലെങ്ത് ചെയ്യുന്ന സമയമാണ് ഉണ്ടാവുക അല്ലെ, നന്നായിട്ട് പകലൊക്കെ കിട്ടും. അപ്പൊ അവിടെ നമ്മൾ വിന്ററിലേക്ക് പോകുമ്പോ ആ ഡേ ഇങ്ങനെ ചുരുങ്ങി വരാൻ തുടങ്ങും. നേരത്തെ ഇരുട്ടാവാൻ തുടങ്ങും. 7 മണിക്കൊക്കെ ഇരുട്ടായിരുന്നത് 6:45 ആവും, 6:30 ആവും, 6:15 ആവും, 6 മണിയാവും. അങ്ങനെ ഡേ ലെങ്തൻ ചെയ്യാന്ന് പറയും, ഡേ ഇത് ഷോർട്ടൻ ചെയ്യാന്ന് പറയുമ്പോ അപ്പൊ ആര് ലെങ്തൻ ചെയ്യും? നൈറ്റ് ലെങ്തൻ ചെയ്യും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ ഓട്ടം സീസണിന്റെ പ്രത്യേകത 4 പോയിന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓട്ടം ഈസ് ദ ട്രാൻസിഷൻ ടുവേർഡ്സ് ദ severity of summer to winter. The peculiarities of this season, first one, generally the trees shed their leaves is the peculiarity, and another peculiarity, you know, atmospheric temperature decreases considerably, thereby shortening of day and lengthening of night is the another peculiarity. Generally September 23rd to December 22nd is the autumn in the northern hemisphere. ആ പോയിന്റ് ശ്രദ്ധിക്കുക. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എപ്പോഴാണ് ഓട്ടം സീസൺ എക്സ്പീരിയൻസ് ചെയ്യുക? സെപ്റ്റംബർ 23 മുതൽ
ഡിസംബർ 22 വരെ. അപ്പൊ 4 പോയിന്റ് നമ്മൾ പഠിച്ചു. ഏത് സീസണെ കുറിച്ച്? ഓട്ടം സീസണെ കുറിച്ച് നമ്മൾ 4 പോയിന്റ് ഇവിടെ ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ ഡിസംബർ 22 സണ്ണിന്റെ പൊസിഷൻ എവിടെയാണ് നമുക്ക് കിട്ടിയത്? എവിടെയാണ് സണ്ണിന്റെ പൊസിഷൻ? വെർട്ടിക്കലി അബൌവ് ദി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലാണ് അല്ലെ. ഇനി കാപ്രിക്കോണിൽ എന്ത് ചെയ്യുന്നു? തിരിച്ച് ഇക്വേറ്ററിൽ തന്നെ വരും. നമ്മൾ നേരത്തെ ഡേറ്റ് സൂചിപ്പിച്ചിരുന്നു. മാർച്ച് 21 വീണ്ടും ഇക്വേറ്ററിൽ തന്നെ വന്നു. അപ്പൊ വീണ്ടും ഇക്വേറ്ററിൽ വരിക എന്ന് പറയുമ്പോൾ അവിടെ ഒരു വർഷം എന്ത് ചെയ്തു? ഒരു ഇയർ കംപ്ലീറ്റ് ആയി. മാർച്ച് 21 തുടങ്ങി വീണ്ടും മാർച്ച് 21 എത്തുന്ന. അപ്പൊ ഇനി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് ഇക്വേറ്ററിലേക്ക് റിട്ടേൺ വരുന്ന തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ, നമുക്ക് ഇന്ത്യ ഉൾപ്പെടുന്ന നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആ സമയത്ത് വിന്റർ ആയിരിക്കും. നമുക്കപ്പോ വിന്റർ ആയിരിക്കും. കാരണം സൂര്യൻ ഉള്ളത് ഇവിടെയാണ്. സണ്ണിന്റെ പൊസിഷൻ എവിടെയാണ്? സദേൺ ഹെമിസ്ഫിയറിലാണല്ലോ അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? അപ്പൊ ചൂട് കുറവായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ വിന്റർ ആയിരിക്കും എന്നതാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എപ്പോഴാണ് വിന്റർ ഉണ്ടാവുക? ഡിസംബർ 22 ടു മാർച്ച് 21 അല്ലെ. നമുക്കറിയാം നമുക്ക് എപ്പോഴും വിന്റർ സീസൺ ഉണ്ടാവുന്ന നമ്മൾ പറഞ്ഞു അല്ലെ. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ്. നമ്മുടെ ഡേറ്റ് എന്ത് ചെയ്യുന്നു? കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മാർച്ച് 21 വരെ ആ ഒരു വിന്ററിന്റെ അവശേഷിപ്പുകളൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പൊ അത്ര ഉള്ളു ഇപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പാരന്റ് മൂവ്മെന്റ് ആൻഡ് സീസൺസ് ആൻഡ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്നുള്ള ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഇനി ഇവിടെ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മള് 23.5 ഡിഗ്രി നോർത്ത്, 23.5 ഡിഗ്രി നോർത്തിന് നമ്മൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ക്യാൻസർ എന്നും, 23.5 ഡിഗ്രി നോർത്ത് ഈസ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, 23.5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലെ. ഈ ഒരു ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഈ ഭാഗം, അപ്പൊ ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത ഈ ഭാഗത്തെയാണ് നമ്മള് ട്രോപ്പിക്സ് എന്ന് വിളിക്കുക കേട്ടോ. ഈ ഒരു റീജിയനാണ് നമ്മള് ട്രോപ്പിക്സ് എന്ന് വിളിക്കുക. ഈ ഒരു ഡിവിഷൻ സൺലൈറ്റ് റിസീവ് ചെയ്യുന്നതിന്റെ ബേസിലാണ് ട്രോപ്പിക്സ്. മിഡ് ലാറ്റിറ്റ്യൂഡ്സ്, പോളാർ റീജിയൻ എന്നൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്തത് സൺലൈറ്റ് റിസീവ് ചെയ്യുന്നതിന്റെ ബേസിൽ. കാരണം സൺലൈറ്റ് വെർട്ടിക്കലായിട്ട് റിസീവ് ചെയ്യുന്നതിന്റെ ഇടയിൽ മാത്രമേ അല്ലേ. അതുപോലെ തന്നെ ഈ ഇവിടെ നോക്കാം, ഇവിടെ 66.5 ഡിഗ്രിയില് ആർട്ടിക് സർക്കിൾ, 66.5 ഡിഗ്രി സൗത്ത് അന്റാർട്ടിക് സർക്കിൾ അല്ലേ. അപ്പൊ ഈ ഒരു റീജിയൻ ഏത്? ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ആർട്ടിക് സർക്കിൾ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു അന്റാർട്ടിക് സർക്കിൾ. ഈ ഒരു റീജിയനെ ഞാനിപ്പോ ഇങ്ങനെ വരച്ചത്, ഈ ഒരു റീജിയനെ നമ്മൾ വിളിക്കുന്നത് മിഡ് ലാറ്റിറ്റ്യൂഡ്സ് എന്നാണ്. മിഡ് ലാറ്റിറ്റ്യൂഡ്സ്, മധ്യ അക്ഷാംശങ്ങളിലെ രീതിയിൽ മിഡ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് വിളിക്കും. ഇനി ബാക്കി ഷെയ്ഡ് ചെയ്യാത്ത ഈ ഭാഗം, ഈ രണ്ട് ഭാഗങ്ങളെ നമ്മൾ പോളാർ റീജിയൻ എന്ന് പറയും. അപ്പോ ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ഈ ഒരു ഹെഡിങ്ങിന് താഴെ സീസണൽ ചേഞ്ചസ് ആർ നോട്ട് ഒബ്വിയസ് ഇൻ ദ ട്രോപ്പിക്കൽ റീജിയൻ because of the sunlight vertically received in this region throughout the year. Throughout the year sunlight vertical ആയിട്ട് റിസീവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, സണ്ണിന്റെ ആ ഒരു പ്രസൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു ട്രോപ്പിക്കൽ റീജിയനിലൊന്നും സീസണൽ ചേഞ്ചസ് ആർ നോട്ട് ക്ലിയർലി ഫെൽറ്റ്, കൂടുതലായിട്ട് എന്ത് ചെയ്യാറില്ല, അനുഭവപ്പെടാറില്ല. എവിടെ? ഈ ഒരു ട്രോപ്പിക്കൽ റീജിയനിൽ എന്ന് പറയുമ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ ഇടയിൽ. അതുപോലെ തന്നെ the seasonal changes are more clearly felt, more clearly influenced in the mid latitude. നിങ്ങൾക്ക് എന്താ മനസ്സിലായല്ലോ അല്ലെ? സീസണൽ ചേഞ്ച് ഒക്കെ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എവിടെയാണ്? മിഡ് ലാറ്റിറ്റ്യൂഡിലാണ് എന്നാണ് പറയുന്നത്. എന്താ സംഭവം നിങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല, ശ്രദ്ധിക്കുക. നമ്മൾ എന്താണ് സീസണൽ ചേഞ്ച് എന്ന് പറഞ്ഞത്? ഒരു സീസൺ കഴിയുമ്പോൾ എന്ത് ചെയ്യാം, മറ്റൊരു സീസൺ വരിക അല്ലെ. ഇപ്പൊ നമ്മൾ ഓരോ സീസണിന്റെ പെക്യുലാരിറ്റി പഠിച്ചു. ഏത് സീസണ് പഠിച്ചു? സ്പ്രിങ്ങിന്റെയും അതുപോലെ തന്നെ ഓട്ടത്തിന്റെയും പഠിച്ചു അല്ലെ. അപ്പൊ ഈ സീസണൽ ചേഞ്ച് ഒക്കെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക എവിടെയാണ്? യൂറോപ്പ് ഒക്കെ വരുന്ന ഈ മിഡ് ലാറ്റിറ്റ്യൂഡിലൊക്കെയാണ്. ഈ മിഡ് ലാറ്റിറ്റ്യൂഡ്സ് ഈ ഭാഗത്തൊക്കെയാണ് സീസണൽ ചേഞ്ച് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഇന്ത്യക്ക് വരുന്ന എവിടെയാണ്? ഇന്ത്യക്ക് സിറ്റുവേറ്റ് ചെയ്യുന്ന ട്രോപ്പിക്സിലാണ് കേട്ടോ. ഇന്ത്യയിലൊന്നും സീസണൽ ചേഞ്ച് കൂടുതലായിട്ട് എന്ത് ചെയ്യൂല, എക്സ്പീരിയൻസ് ചെയ്യില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സമ്മർ സീസൺ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ സീസണിന്റെ പ്രത്യേകത? നല്ല സിവിയർ ഹോട്ട് ആയിരിക്കും, ഭയങ്കര ചൂടായിരിക്കും അല്ലെ. ഒരു വിന്റർ സീസൺ വന്നു കഴിഞ്ഞാലോ നല്ല തണുപ്പ് വരണം അല്ലെ. ഒരു സ്പ്രിംഗ് സീസൺ വരുമ്പോൾ സകലത് ഇങ്ങനെ ബ്ലൂം ചെയ്ത് നമുക്ക് കാണണം അല്ലെ. ഒരു ഓട്ടം സീസൺ വരുമ്പോഴോ ട്രീസ് അതിന്റെ ലീവ്സ് ഒക്കെ ഷെഡ് ചെയ്ത് ആകെ ഇങ്ങനെ മരത്തിന്റെ കൊമ്പ് മാത്രമായി നിൽക്കുന്ന അവസ്ഥയ്ക്ക് വരണം. അപ്പോഴാണ് സീസണൽ ചേഞ്ച് എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ ഇന്ത്യയില് നമുക്കൊക്കെ ഭയങ്കര തണുപ്പുണ്ടാവാറുണ്ടോ? ഇല്ല. ഭയങ്കര ചൂടുണ്ടാവാറുണ്ടോ? ഇല്ല. നമ്മളെ മരങ്ങളിലൊക്കെ കംപ്ലീറ്റ് അതിലൊക്കെ പൊഴിഞ്ഞ അവസ്ഥ ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് അല്ലെ. അങ്ങനത്തെ അവസ്ഥയ്ക്കാണെങ്കിൽ നമ്മൾ എവിടേക്ക് പോകണം? യൂറോപ്പിലേക്ക് പോകണം എന്നുള്ളതാണ്. അവിടെ ഒരു വിന്റർ സീസൺ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പ് തന്നെ ഉണ്ടാവും, സിവിയർ കോൾഡ് തന്നെ ഉണ്ടാവും. ഒരു സമ്മർ സീസൺ വന്നു കഴിഞ്ഞാൽ സിവിയർ ഹോട്ട് തന്നെ ഉണ്ടാവും, നല്ല ചൂടും ഉണ്ടാവും. ഒരു ഓട്ടം സീസൺ വരുമ്പോൾ എന്ത് ചെയ്യും? ഈ ട്രീസ് ഒക്കെ ലീവ്സ് ഒക്കെ ഷെഡ് ചെയ്യുന്നതായിട്ട് അവർക്ക് ഒക്കെ കൊഴിഞ്ഞു പോകുന്നതും കാണാൻ പറ്റും. ഒരു
ഇത് വരുമ്പോൾ സ്പ്രിംഗ് സീസൺ വരുമ്പോൾ ഒക്കെ ബ്ലൂം ചെയ്ത് ഒരു സീസണിൽ നിന്ന് മറ്റൊരു സീസണിലേക്ക് മാറുമ്പോൾ അത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യും അനുഭവപ്പെടും അല്ലെ. നമുക്ക് സമ്മർ ഏത് സീസൺ വന്നാലും നമുക്കൊരു ചൂട് എപ്പോഴും എവിടെ ഉണ്ടാവും. ഇവിടെ സൺ അപ്പാരന്റ് മൂവ്മെന്റ് നടക്കുന്നത് കൊണ്ട് ഈ ഒരു ട്രോപ്പിക്കൽ റീജിയനിൽ എപ്പോഴും സണ്ണിന്റെ പ്രസൻസ് ഉണ്ടായതുകൊണ്ട് ഒരു മോഡറേറ്റ് ഹോട്ട് ഒരു ടെമ്പറേച്ചർ എപ്പോഴും ഉണ്ടാവും ഈ ഒരു സീസണിൽ ഇവിടെ ട്രോപ്പിക്കൽ റീജിയനിൽ ഉണ്ടാവും. അതേസമയം പോളാർ റീജിയന്റെ പ്രത്യേകത അവിടേക്ക് സൺലൈറ്റ് സ്ലാൻഡഡ് ആയിട്ടാണ് അല്ലെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് ചെരിഞ്ഞിട്ടാണ് പതിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ എപ്പോഴും സ്നോ കവേർഡ് ആയിരിക്കും. അവിടെ എന്ത് ചെയ്യുന്നില്ല, ചൂടൊന്നും തീരെ കിട്ടുന്നില്ല. അവിടെ എപ്പോഴും മഞ്ഞുറഞ്ഞു കിടക്കുന്ന സിവിയർ കോൾഡ് ഉള്ള ഏരിയാസ് ആണ് എവിടെ ഈ പോളാർ റീജിയൻ എന്നൊക്കെ പറയും. സിവിയർ കോൾഡ് ഭയങ്കരമായ ചൂട് സിവിയർ കോൾഡ് ഭയങ്കരമായ തണുപ്പുള്ള ഏരിയാസ് ആണ് ഇത് ഈ ഒരു പോളാർ റീജിയനിലേക്ക് വരും. അപ്പൊ ഇവിടെ വൺ വേർഡ് ചോദിക്കുക. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിൽ വൺ വേർഡ് ചോദിക്കുക. സീസണൽ ചേഞ്ചസ് ആർ മോർ ക്ലിയർലി ഫെൽറ്റ് ഇൻ വിച്ച് റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് മിഡ് ലാറ്റിറ്റ്യൂഡ് എന്ന് എഴുതിയാൽ മതി. സീസണൽ ചേഞ്ച് കൂടുതലായിട്ട് ഫെൽറ്റ് ആവുന്ന സീസൺ റീജിയൻ ഏതാണ്? മിഡ് ലാറ്റിറ്റ്യൂഡ്സ് ഉള്ള വൺ വേർഡ് മാത്രമാണ് ഈ ഭാഗത്ത് ചോദ്യം വരാറുള്ളത് കേട്ടോ. അപ്പോ ഇനി എങ്ങനെയാണ് നോട്ട് ചെയ്യേണ്ടത് നോക്കിക്കോളൂ. നോട്ട് ചെയ്യേണ്ട പോയിന്റ് നമ്മളിവിടെ 3 കാര്യങ്ങളെ കുറിച്ചാണ് പഠിച്ചത് അല്ലെ. ആദ്യം നമ്മൾ പഠിച്ചത് ഇക്വിനോക്സസിന്റെയും അതുപോലെ തന്നെ സമ്മർ സോൾസ്റ്റീസിന്റെയും വിന്റർ സോൾസ്റ്റീസിന്റെയും പ്രത്യേകത പഠിച്ചു അല്ലെ. സമ്മർ സോൾസ്റ്റീസിന്റെയും വിന്റർ സോൾസ്റ്റീസിന്റെയും പ്രത്യേകത പഠിച്ചു. ആദ്യം നമ്മൾ പഠിച്ച ഡേറ്റ് ഏതാണ്? മാർച്ച് 21 ആണ് അല്ലെ. മാർച്ച് 21 സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ എവിടെയാണ്? മാർച്ച് 21 സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ എവിടെയാണ് നമുക്കറിയാം. എവിടെയാണ് സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ? വെർട്ടിക്കലി അബവ് ദ ഇക്വേറ്റർ. മാർച്ച് 21 സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ എവിടെയാണ് നമുക്കറിയാം. എവിടെയാണ്? ഇക്വേറ്ററിലാണ് അല്ലെ. മാർച്ച് 21 സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ മാർച്ച് 21 സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ എവിടെയാണ്? ഇക്വേറ്ററിലാണ്. അതിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡേ ആൻഡ് നൈറ്റ് ഇങ്ങനെ ഇക്വേറ്ററിലാവുമ്പോൾ അതിന് എന്ത് വിളിക്കുന്ന ഇവിടെ അടുത്തത് എന്താണ്? ആ ഡേ നമ്മൾ വിളിക്കുക ഇക്വിനോക്സസ് എന്ന് വിളിക്കുക അല്ലെ. ഇക്വിനോക്സസ്. ഓക്കെ, ഇക്വിനോക്സസ് എന്ന് വിളിക്കുക. ഡേ ആൻഡ് നൈറ്റ് എങ്ങനെയാണ്? ഡേ ഈക്വൽ ടു നൈറ്റ്. ഡേ ആൻഡ് നൈറ്റ് എങ്ങനെയാണ്? ഇക്വിനോക്സസില് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താ എഴുതുക? ഇനി നെക്സ്റ്റ് ഡേറ്റ് ആണ് വരുന്നത് ജൂൺ 21 ആണ്. സണ്ണിന്റെ പൊസിഷൻ എവിടെയാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ മുഴുവൻ എഴുതട്ടോ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ്. എന്താ വിളിക്കുക? സമ്മർ സോൾസ്റ്റീസ് എന്ന് വിളിക്കുക. സമ്മർ സോൾസ്റ്റീസ് അല്ലെ. ഡേ നൈറ്റ് എങ്ങനെയായിരിക്കും? ഡേ ലെങ്തൻ ചെയ്യും, നൈറ്റ് ഷോർട്ടൻ ചെയ്യും. എവിടെയാ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ അല്ലെ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡേ ലെങ്തൻ ചെയ്യും, നൈറ്റ് ഷോർട്ടൻ ചെയ്യും. നെക്സ്റ്റ് അവിടെ പഠിക്കാനുള്ള സെപ്റ്റംബർ 23 ആണ്. എങ്ങനെയാണ്? ഇക്വിനോക്സസ് എന്നല്ല വിളിക്കുക. ഇക്വേറ്ററിലാണ് വിളിക്കുന്ന പേര് ഇക്വിനോക്സസ് എന്നാണ്. ഡേ ആൻഡ് നൈറ്റ് ഈക്വൽ ആയിരിക്കും. നമുക്കറിയാം ഇതുപോലെ അല്ലെ. ഇതുപോലെ അല്ലേ വരിക? സെപ്റ്റംബർ 23. Then last one ഡിസംബർ 22 എവിടെയായിരിക്കും? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലാണ്. ട്രോപ്പിക് ഓഫ് CP എഴുതി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ കേട്ടോ. നിങ്ങൾക്ക് മുഴുവൻ എഴുതുക. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്താ വിളിക്കുക? വിന്റർ സോൾസ്റ്റീസ് എന്നാ വിളിക്കുക. ഡേ ആൻഡ് നൈറ്റ് എങ്ങനെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് പറയുന്നത് നൈറ്റ് ലെങ്തൻ ആൻഡ് ഡേ ഷോർട്ടൻ. നൈറ്റ് ലെങ്തൻ ആൻഡ് ഡേ ഷോർട്ടൻ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പൊ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഈ കാര്യങ്ങളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോ ഇതെന്ത് ചെയ്യാം? ഈ ഒരു രീതിയില് ഇതില് ഏതെങ്കിലും ആയിക്കോട്ടെ. ഈ രീതിയിലൊക്കെ എക്സാമിന് വരാറുണ്ട്. ഇവിടെ എന്താണ്? ചിലപ്പോൾ ഈ ബോക്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവില്ല. ഇതിൽ നിന്ന് അനുയോജ്യമായ രീതിയിൽ ഒക്കെ അറേഞ്ച് ചെയ്യാൻ ശരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്? ഈ കോളം ഉണ്ടാവില്ല. ഇവിടെ ഈ കോളം ഇല്ലാതെ എന്ത് ചെയ്യും? ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഇതുണ്ടാവില്ല. ഇവിടെ ബി വരുന്നതാവും. ഇവിടെ ഈ ഡേറ്റ് ഉണ്ടാവില്ല. ഇവിടെ സി വരും. ഇതവിടെ എഴുതിയിട്ടുണ്ട്. ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? എക്സാം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എക്സാം ചോദിക്കുന്നത് on the basis of the apparent movement of the sun explain the peculiarity of these days എന്ന് പറഞ്ഞ ഡേകൾ മാത്രം തരും. ഏത്?
ജൂൺ 21, ജൂൺ 21, സെപ്റ്റംബർ 23, ഡിസംബർ 22 ആൻഡ് മാർച്ച് 21 തന്നിട്ട് അങ്ങനെ തരാറുണ്ട്. ആ ഡേറ്റ് തന്നിട്ട് അതിന്റെ പ്രത്യേകത എന്താണ്, അപ്പൊ ഡേന്റെ പേരെന്താണ്, സണ്ണിന്റെ പൊസിഷൻ എന്താണ്, എവിടെയാണ് സണ്ണിന്റെ പൊസിഷൻ എവിടെയാണെന്നൊക്കെ പറയാം. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് ഒരു ബോക്സ് വരയ്ക്കുക. നിങ്ങൾ നെക്സ്റ്റ് അവിടെ എന്ത് ചെയ്യുക, ഒരു ബോക്സ് വരയ്ക്കുക. നെക്സ്റ്റ് ആണ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ എന്ന് പറയുന്നത് സ്പ്രിംഗ് ആൻഡ് ഓട്ടം. ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ട് തന്നെ പഠിച്ചാൽ മതി. അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് പഠിക്കും. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതിയാവും. നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ മറ്റൊരു എഴുതാം. സ്പ്രിംഗ് ആൻഡ് ഓട്ടം ഈ ഒരു രീതിയിൽ ഒരു ബോക്സ് വരച്ച് എഴുതാം. നമ്മൾ ആദ്യം സ്പ്രിംഗ് പഠിച്ചു. സ്പ്രിംഗ് ഈസ് ദ ട്രാൻസിഷൻ ടുവേർഡ്സ് വിന്റർ ടു സമ്മർ. നേരെ തിരിച്ച് ഓട്ടം എങ്ങനെയായിരിക്കും, ഓട്ടം ഈസ് ദ ട്രാൻസിഷൻ ടുവേർഡ്സ് ദ സിവിയറിറ്റി ഓഫ് സമ്മർ ടു വിന്റർ. ഒരു പോയിന്റ് കിട്ടിയോ? നെക്സ്റ്റ് ഇവിടെ എന്താണ്, plants sprouting, ഒരു പോയിന്റ് plants sprouting, mango trees blooming and jackfruit is bearing buds. ഇവിടെയാണോ? ഇവിടെ എന്താ പ്രത്യേകത? The atmospheric temperature decreases considerably, thereby shortening of day and lengthening of night, and the trees shed their leaves is another peculiarity. എന്തിനു വേണ്ടിയാണ് മരങ്ങളൊക്കെ ഇല പൊഴിക്കുന്നത്? Is adaptation to survive the forthcoming or upcoming winter. വരാൻ പോകുന്ന വിന്ററിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രീസ് അതിന്റെ ലീവ്സ് ഒക്കെ ഷെഡ് ചെയ്യുന്നത് കേട്ടോ. മരങ്ങൾ അതിന്റെ ഇലകളൊക്കെ പൊഴിക്കും. അവസാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഡേറ്റ് എഴുതുക. സ്പ്രിംഗ് സീസൺ മാർച്ച് 21 ടു ജൂൺ 21. സ്പ്രിംഗ് സീസണിന്റെ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പൊ ഇവിടെ ആലോചിക്കുക, സ്പ്രിംഗ് വരുന്ന 21 വരുന്ന 2 ഡേറ്റ് കേട്ടോ. 21 വരുന്ന 2 ഡേറ്റ് ഇതൊക്കെയാണ്, മാർച്ച് 21, ജൂൺ 21 ആണ്. അല്ലാത്ത 2 ഡേറ്റ് അവിടെ വരും, ഓട്ടത്തിൽ വരും. അപ്പോൾ സെപ്റ്റംബർ 23 ടു ഡിസംബർ 22 അല്ലേ? ഡിസംബർ 22 ഓട്ടം ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഈ രീതിയിൽ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തില്ല, മറക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് ഈ കാര്യങ്ങളാണ്. 5 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇക്വിനോക്സസ്, സമ്മർ സോൾസ്റ്റീസ്, വിന്റർ സോൾസ്റ്റീസ്, സ്പ്രിംഗ് സീസണിന്റെ പെക്യുലാരിറ്റീസ്, ഓട്ടം സീസണിന്റെ പെക്യുലാരിറ്റീസ്. ഓക്കെ, താങ്ക് യു.